നമസ്കാരം, എല്ലാവർക്കും അമ്പീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ദശമോളുടെ ചോറൂണ് ഞങ്ങൾ തറവാട്ട് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതൊന്ന് അമ്പലമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. 6-ാം മാസത്തിലെ പിറന്നാളിന് മുന്നേ ആദ്യത്തെ ചോറൂണ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ സ്ഥലത്ത് നമ്മൾ ചോറ് കൊടുക്കാനൊക്കെ നേർന്നിട്ടുണ്ട്. നമ്മുടെ തറവാട്ട് ക്ഷേത്രത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ അമ്പലങ്ങളിൽ കൊടുക്കാമല്ലോ. അപ്പോൾ മാസപൂജയ്ക്കാണ് ഇവിടെ ഇപ്പോൾ ചോറ് കൊടുക്കുന്നത്. അപ്പോൾ അമ്പലമൊക്കെ ഒന്ന് ചുറ്റി കാണാം. പ്രതിഷ്ഠ ദേവി, മുരുകൻ, അതുപോലെ വിഷ്ണുവായ സ്വാമി, മുത്തപ്പൻ, എല്ലാ പ്രതിഷ്ഠയുണ്ട്. ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയാണ് അവിടെ. മാസപൂജ ഞായറാഴ്ചയായിരുന്നു. അങ്ങനെ ചോറൂണ് ആരംഭിച്ചു. വേറെ തറവാട്ട് ക്ഷേത്രത്തിൽ വേറൊരു മോനുണ്ടായിരുന്നു. രണ്ടാൾക്കും ചോറൂണ് ചടങ്ങ് ആരംഭിച്ചു. ഗുരുവായൂർ അമ്പലത്തിൽ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം ഫോട്ടോ ഞാൻ ഷോർട്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടി വെല്ലിച്ചിൻ്റെ മടിയിലിരുന്നിട്ട് ചോറൂണ് ചടങ്ങ് ആരംഭിച്ചു. ആദ്യം തന്നെ ശാന്തി കുട്ടികൾക്ക് പുണ്യാഹം തീർത്ഥം കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചോറൂണ് ചടങ്ങ് ആരംഭിക്കുന്നത്. 2 കുട്ടികളുടെ അച്ഛന്മാരിവിടെ ഇല്ല. ഒന്ന് വെല്ലിച്ചനും അതുപോലെ ആ മോന് അച്ചാച്ചനുമാണ് മടിയിലിരുത്തി ചോറ് കൊടുക്കുന്നത്. പിന്നെ മധുരം, ഉപ്പ്, പുളി, പായസം, പപ്പടം എല്ലാം ഉണ്ടല്ലോ. അങ്ങനെ ചോറൊക്കെ എല്ലാതും കൂടി ഇതാക്കിയിട്ട് ചേർത്തിട്ട് വായിൽ വെച്ചെടുക്കുമ്പോൾ മോള് അടുത്ത് ഉള്ള ഉണ്ണീനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വായിലൊക്കെ വെച്ചു കൊടുത്തു. എന്തായാലും ഇഷ്ടമായിട്ട് നൊട്ടി നുണഞ്ഞ് കഴിക്കുന്നുണ്ട് രണ്ടാളും. അധികം വെന്തിട്ടൊന്നുമില്ല. അത് കാരണം നന്നായി ഉടച്ചിട്ട് നുള്ളിങ്ങനെ വായിലിങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. അതിന് തൊണ്ടയിലൊക്കെ കൊടുങ്ങില്ലേ, അത് കാരണം പേടിയാണ്. ഇനി അമ്മ ഉണ്ണിക്ക് വായിൽ വെച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് അച്ചമ്മ വായിൽ വെച്ച് കൊടുത്തു. രണ്ടാളും ഒരു എന്താ പറയുക, കരച്ചിലൊന്നും ഇല്ലാണ്ടിരുന്ന് കഴിക്കുന്നുണ്ട് നല്ല സന്തോഷത്തിൽ.
അങ്ങനെ ഞാനും വെച്ചു കൊടുത്തു വായിൽ. അങ്ങനെ മേമ അങ്ങനെ വന്നവരൊക്കെ എല്ലാവരും നമ്മൾ വായിലൊന്ന് നുള്ളി വെച്ചെടുക്കണമല്ലോ. ഇനി കുട്ടിയുടെ വല്യമ്മയും വെച്ചു കൊടുത്തു, ചേട്ടന്മാരും എല്ലാവരും വായിൽ വെച്ചു കൊടുക്കും. അതാണ് ശരിക്കും നമ്മുടെ ചോറൂണ് ചടങ്ങ്. രണ്ടു ഉണ്ണികൾക്കും എല്ലാവരും മാറി മാറി വെച്ചു കൊടുത്തു. പേരിനൊന്ന് ഇതാവുമ്പോൾ തേച്ച് കൊടുക്കുള്ളൂ. തൊണ്ടയിൽ കുടുങ്ങി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വെന്തിട്ടൊന്നുമില്ല അരി നന്നായിട്ട്. ലാസ്റ്റായപ്പോൾ ചേട്ടന്മാരെ ചോറ് കൊടുക്കലാണ്. രണ്ടുപേരും എന്തായാലും നാവ് നന്നായി പുറത്തേക്ക് കാണിക്കുന്നുണ്ട്. വായ രുചി എന്തായാലും പിടിച്ചിട്ടുണ്ട്. ഉപ്പും പുളിയും മധുരമൊക്കെ അല്ലേ. അങ്ങനെ ചോറും ചടങ്ങൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ദക്ഷിണയൊക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രുതിയുടെ മാമൻ്റെ വീടിൻ്റെ അവിടെയുള്ള തറവാട്ട് ക്ഷേത്രത്തിലുണ്ടായിരുന്നു. അപ്പം അത് പിന്നത്തെ ഒരു ദിവസമാണ് കൊടുത്തത്. പക്ഷെ അതും കൂടി ഞാനിതിൽ ആഡ് ചെയ്തു. ഞങ്ങളൊന്നും പോയില്ല. അത് ഞായറാഴ്ച ഒന്നല്ല, പിന്നെ ആ ചടങ്ങ് കഴിക്കണമല്ലോ. അപ്പോൾ അവിടുത്തെ ഇതുപോലെ എന്തോ പൂജ എന്തോ ഉണ്ടായിരുന്നു. അപ്പം അന്ന് അങ്ങനെ ഇതുപോലെ വേഗം ആ ചടങ്ങ് കഴിച്ചു. അപ്പം അതും കൂടി ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയതാണ്. ശ്രുതി അമ്മയും മോളൊക്കെ പോയിട്ട്. ഇനിയുണ്ട് ഇതുപോലെ ചടങ്ങുകൾ. ആയത്തുണ്ണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കുറേ അമ്പലങ്ങളിലേക്ക് വഴിപാട് നേരുമല്ലോ. രണ്ടാമത്തേക്ക് ആകുമ്പോൾ നമ്മൾ അത്ര വഴിപാടുകളൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ 1-2 ക്ഷേത്രത്തിലൊക്കെ കൊടുക്കുള്ളൂ. ഗുരുവായൂരും തറവാട്ട് ക്ഷേത്രത്തിലൊക്കെ. അപ്പോൾ ചോറൂണ് ചടങ്ങ് അങ്ങനെ കഴിഞ്ഞു. എന്തായാലും വായൊക്കെ നന്നായി അളന്ന് കാണിച്ചു. കാരണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പുളി മധുരം ഉപ്പൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയതാണ്. ഇതൊക്കെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കുട്ടികളൊക്കെ വലുതാകുമ്പോൾ അവർക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാമല്ലോ. ഇതവിടെ കിടന്നോളൂല്ലോ. അപ്പോൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ച് ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. എൻ്റെ വീഡിയോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കുറേ വെറൈറ്റി വീഡിയോസ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കളരിപ്പയറ്റ്, അതുപോലെ ഷോർട്സുകൾ, കുറേ വെറൈറ്റി ഉണ്ട്, കുക്കിങ്. അങ്ങനെ നമ്മുടെ ചോറും ചടങ്ങ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.